മൂന്നാം ക്ലാസ്സിലെ തജ്വീദിലെ 9ാമത്തെ പാഠം അൽ ഉന്നത്തോ മണിക്കൽ. ഉന്നത്ത് എന്നതിൻ്റെ അർത്ഥം മണിക്കൽ. ഖുർആനിലെ ഏതാനും ആയത്തുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ചുവന്ന അക്ഷരത്തിൽ മീമിനെ, ഷദ്ദുള്ള മീമിനെയും ഷദ്ദുള്ള നൂനിനെയും ചുവന്ന അക്ഷരങ്ങളായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പാഠം നോക്കാം. മുകളിൽ കാണിച്ച ചുവന്ന അക്ഷരങ്ങളെ ശ്രദ്ധിക്കുക. ഷദ്ദുള്ള മീമും നൂനുമാണ് അവ. ഈ ചുവന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഷദ്ദുള്ള മീമും ഷദ്ദുള്ള നൂനുമാണ്. ഷദ്ദുള്ള മീമിനെയും നൂനിനെയും നിർബന്ധമായും മണിക്കണം. ഖുർആനിലുള്ള ഷദ്ദുള്ള മീമിനെയും നൂനിനെയും നിർബന്ധമായും മണിക്കണം. മണിക്കൽ നിർബന്ധമാണ്. രാഗം ഉണ്ടാക്കണം. മണിക്കുന്നതിനാണ് രാഗമുണ്ടാക്കണം എന്ന് പറയൽ. തരിമൂക്കിൽ നിന്നാണ് മണിക്കൽ ഉണ്ടാവുന്നത്. ഈ മണിക്കൽ ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്? തരിമൂക്കിൽ നിന്ന്. തരിമൂക്കിന് എന്താണ് പറയുക? തരിമൂക്കിന് ഹൈഷും എന്നും. തരിമൂക്കിന് ഹൈഷും എന്ന്. മണിക്കുന്നതിന് ഉന്നത്ത് എന്നും അറബിയിൽ പറയുന്നു. മണിക്കുന്നതിന് ഉന്നത്ത് അറബിയിൽ പറയുന്നു. സുക്കൂനുള്ള നൂനിനെയും മീമിനെയും ചില സന്ദർഭങ്ങളിൽ മണിക്കണം. ഷദ്ദുള്ള എല്ലാ മീമിനെയും നൂനിനെയും നിർബന്ധമായും മണിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ സുക്കൂനുള്ള നൂനിനെയും മീമിനും ചില സന്ദർഭങ്ങളിൽ മണിക്കണം. അവ അടുത്ത പാഠത്തിൽ വരും. ഇത് അടുത്ത പാഠത്തിൽ വരും. തൻവീൻ, ഇരട്ട ഹർക്കത്ത്. എന്താണ് തൻവീൻ എന്ന് പറഞ്ഞാൽ? ഇരട്ട ഹർക്കത്ത്. ചില അക്ഷരത്തിൻ്റെ മുകളിൽ 2 ഫതഹ് അല്ലെങ്കിൽ 2 കസറ് അല്ലെങ്കിൽ 2 ലമ്മ് ഇങ്ങനെ കാണാം. ഇതിനാണ് തൻവീൻ എന്ന് പറയുന്നത്. സുക്കൂനുള്ള നൂന് തന്നെയാണ്. ഈ തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഇന് മുകളിൽ 2 ഫതഹ് ഇട്ട ബന്നാണ് വായിക്കുക. അപ്പോൾ അതിൽ വായിക്കണ സമയത്ത് ഒരു സുക്കൂനുള്ള നൂനുണ്ട്. അതിനാണ് ഈ തൻവീൻ എന്ന് പറയുന്നത്. അതുപോലെ 2 കിസർ ഇട്ടാൽ, അതുപോലെ 2 ലമ്മ് വരുമ്പോൾ ഇതിനൊക്കെ ഉച്ചാരണത്തിൽ ഒരു നൂന്, സുക്കൂനുള്ള ഒരു നൂന് വരുന്നുണ്ട്. അതിനെയാണ് ഈ തൻവീൻ എന്ന് പറയുന്നത്. പക്ഷേ കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ ഉണ്ടാകൂ. കലിമത്തിൻ്റെ അവസാനത്തിൽ, അതായത് ഒരു പദത്തിൻ്റെ അവസാനത്തിൽ. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. ഉത്തരം എഴുതാം. 1. ഉന്നത്തിൻ്റെ മഖ്റജ് ഏത്? അതിൻ്റെ ഉത്തരം ഹൈഷും അഥവാ തരിമൂക്ക്. ഉത്തരം തരിമൂക്ക് അഥവാ ഹൈഷും. 2. ഹൈഷും എന്ന് എന്തിന് പറയുന്നു? ഉത്തരം തരിമൂക്കിന്. 3. മണിക്കൽ എന്ന വിശേഷണം ഏതെല്ലാം ഹർഫുകൾക്കാണുള്ളത്? ഏതെല്ലാം ഹർഫുകൾക്കാണ് മണിക്കൽ എന്ന വിശേഷണം ഉള്ളത്? ഉത്തരം മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും നൂനും മാത്രമാണ്. ഉത്തരം മീമും നൂനും മാത്രമാണ്. 4. മണിക്കൽ ശബ്ദത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം മണിക്കുന്നതിന് ഉന്നത്ത് എന്ന് പറയുന്നു. ഉത്തരം ഉന്നത്ത് എന്ന് പറയുന്നു. ശരിയാക്കാം. 1. ഷദ്ദുള്ള മീമിനെയും നൂനിനെയും മണിക്കരുത്. അതെങ്ങനെ ശരിയാക്കി എഴുതാ? ഷദ്ദുള്ള മീമിനെയും നൂനിനെയും നിർബന്ധമായും മണിക്കണം. 2. ഇരട്ട ഹർക്കത്തിന് ഉന്നത്ത് എന്ന് പറയുന്നു. ഇത് തെറ്റാണ്. ഇരട്ട ഹർക്കത്തിന് തൻവീൻ എന്ന് പറയുന്നു. 3. എല്ലാ അക്ഷരത്തിനെയും മണിക്കണം. ഇത് തെറ്റാണ്. മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും നൂനും മാത്രമാണ്. 4. മണിക്കൽ എന്ന വിശേഷണം ലാമ്, റായ് എന്നീ അക്ഷരങ്ങൾക്കാണ്. അത് തെറ്റാണ്. മണിക്കൽ എന്ന വിശേഷണം മീമ്, നൂന് എന്നീ അക്ഷരങ്ങൾക്കാണ്. 5. മണിക്കൽ ഉണ്ടാവുന്നത് വായിൽ നിന്നാണ്. അത് തെറ്റാണ്. മണിക്കൽ ഉണ്ടാകുന്നത് ഹൈഷും അഥവാ തരിമൂക്കിൽ നിന്നാണ്. ഉദാഹരണം എഴുതാം 3 വീതം. ഷദ്ദുള്ള നൂന്. ഖുർആൻ എടുത്ത് നോക്കിയാൽ അതിൽ ഷദ്ദുള്ള ഒരുപാട് നൂനുണ്ട് അല്ലേ? ഇന്ന, അഴുത്തോ, ഇന്നാക്കൽ, അതിൽ ഷദ്ദുള്ള നൂനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നൂനുണ്ട്. അത് ഇവിടുന്ന് ഏതെങ്കിലും 3 എടുത്ത് ഇവിടെ എഴുതാം. ഷദ്ദുള്ള മീമ്. ഖുർആനിൽ ഒരുപാട് ഷദ്ദുള്ള മീമുണ്ട് അല്ലേ?
മീമിന് ശ്രദ്ധ എവിടെ വരുന്നു അതൊന്ന് 3 എടുത്തിട്ട് ഇവിടെ എഴുതാം. കണ്ടുപിടിക്കാം. സൂറത്തുൻ നാസിൽ ഉന്നത്തിൻ്റെ സ്ഥലങ്ങൾ. സൂറത്തുൻ നാസ് എടുക്കുക. സൂറത്തുൻ നാസിൽ ഉന്നത്തിൻ്റെ സ്ഥലങ്ങൾ ഏതാണ്? സൂറത്തുൻ നാസ്. ഖുൽ അഊദു ബി റബ്ബിൻ നാസ്. ആ സൂറത്ത് എല്ലാവർക്കും അറിയില്ലേ? കാണാതെ പഠിച്ചതല്ലേ? ആ സൂറത്തിൽ ഉന്നത്തിൻ്റെ സ്ഥലങ്ങൾ, അതിൽ നൂനിന് ശ്രദ്ധ വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് നോക്കിയിട്ട് ഉന്നത്തിൻ്റെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.